കേരളം ഉൾപ്പെടെയുള്ള 4 ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അതിൻ്റെ ഫലം വരാൻ വേണ്ടി നമ്മളെല്ലാം കാത്തിരിക്കുകയാണ്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പുകളുടെ അവസാനഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട മാധ്യമങ്ങളിലും എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുന്നു. ചില രാഷ്ട്രീയ പാർട്ടിക്കാർ അത് അംഗീകരിക്കുന്നു, ചിലരതിനെ തള്ളിക്കളയുന്നു. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളും വാദപ്രതിവാദങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അവസരത്തിൽ ഉയർന്നു വരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്, എന്താണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്ന് പറയുന്നത്? ഇതിൻ്റെ സർവേയൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? എങ്ങനെയാണ് ഈ പറയുന്ന രീതിയിലുള്ള ഒരു കാൽക്കുലേഷൻസ് ഒക്കെ നടത്തി ഇത്തരത്തിലുള്ള ഒരു റിസൾട്ടിലേക്ക് എത്തുന്നത് എന്ന്? അത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇത്തരം എക്സിറ്റ് പോളൊക്കെയായി ബന്ധപ്പെട്ടിട്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ പ്രശ്നങ്ങൾ എന്താണ് എന്നും ഇന്നത്തെ ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. ഇപ്പോൾ ഇവിടെ ഒന്നാമത്തെ ചോദ്യം, എന്താണ് ഈ എക്സിറ്റ് പോൾ എന്ന് പറയുന്നത്? ഏറ്റവും സിമ്പിളായി പറയുകയാണെങ്കിൽ, ഒരു വോട്ടർ വോട്ട് ചെയ്തതിന് ശേഷം പോളിംഗ് ബൂത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അയാളോട് ചോദിക്കുന്ന ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർവേയാണ് ഈ എക്സിറ്റ് പോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ബേസിക്കായ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തത് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സിറ്റ് പോൾ പൊതുവെ അറിയപ്പെടുന്നത് ഒരു ഇലക്ഷൻ്റെ റിയാലിറ്റി ചെക്കാണ് എന്നാണ്. കാരണം ഇവിടെ ഉത്തരം പറയുന്ന ആളുകൾ സത്യസന്ധമായിട്ടുള്ള ഉത്തരമാണ് പറയുന്നത് എങ്കിൽ ആ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത്, ഏതൊക്കെ സ്ഥാനാർത്ഥികളാണ് ജയിക്കാൻ സാധ്യത മുതലായ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ തിരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു പ്രഡിക്ഷൻ നടത്താനും സാധിക്കും. അതുകൊണ്ടാണ് ഒരു തിരഞ്ഞെടുപ്പിൻ്റെ റിയാലിറ്റി ചെക്ക് എന്ന് ഈ എക്സിറ്റ് പോളുകളെ വിളിക്കുന്നത്. ഇനി ഒരു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് എക്സിറ്റ് പോൾ മാത്രമല്ല, മറ്റൊരു സർവേയും നമുക്ക് കാണാൻ സാധിക്കും. അതിനെയാണ് ഒപ്പീനിയൻ പോൾ അല്ലെങ്കിൽ അഭിപ്രായ സർവേ എന്ന് പറയുന്നത്. ഇത് സാധാരണയായിട്ട് ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുന്നെയാണ് നടക്കുന്നതെന്ന് നമുക്ക് കാണാം. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഓരോ വിഷയങ്ങളിൽ ആളുകളുടെ അഭിപ്രായമാണ് ചോദിക്കുന്നത്. ഇപ്പോഴുള്ള സർക്കാരിൻ്റെ പ്രവർത്തനത്തിൽ നിങ്ങൾ തൃപ്തരാണോ? അടുത്ത മുഖ്യമന്ത്രിയായിട്ട് ആര് വരാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഈ ഒരു സർക്കാരിൻ്റെ പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണ്? ഇഷ്ടപ്പെടാത്ത കാര്യം എന്താണ്? ഇങ്ങനെ ഒരു സർക്കാരിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ സാഹചര്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുടെ അഭിപ്രായം ആരാഞ്ഞ് വരുന്ന തെരഞ്ഞെടുപ്പിലെ ജയസാധ്യത ആർക്കാണ് മുതലായ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതിനെയാണ് ഒപ്പീനിയൻ പോൾ അല്ലെങ്കിൽ അഭിപ്രായ സർവേ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം, എങ്ങനെയാണ് എക്സിറ്റ് പോളുകളൊക്കെ നടക്കുന്നത്? എങ്ങനെയാണ് ഇതിൻ്റെ കാൽക്കുലേഷൻസ് ഒക്കെ നടക്കുന്നത്? അപ്പോൾ ഇവിടെ പല സ്റ്റെപ്പുകൾ നമുക്ക് കാണാം. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ് എന്ന് പറയുന്നതാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഒരു തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്ന എല്ലാ ആളുകളുടെ അടുത്ത് പോയി സർവേ നടത്താൻ വേണ്ടി സാധിക്കില്ല. ഇപ്പോൾ കേരളത്തിൽ തന്നെ 140 നിയമസഭാ മണ്ഡലങ്ങളിൽ ഏകദേശം 30,000-ലധികം ബൂത്തുകളിൽ 2.7 കോടിയോളം വോട്ടർമാരാണ് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ചില ബൂത്തുകളെ തിരഞ്ഞെടുക്കുന്നു, ആ ബൂത്തുകളിലെ ചില വോട്ടർമാരെ തിരഞ്ഞെടുക്കുന്നു, അവരുടെ അടുത്ത് മാത്രമാണ് ഈ ഒരു സർവേ നടത്തുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സാമ്പിളിംഗ് നടത്തുമ്പോൾ റാൻഡമായിട്ട് അവിടെ നിന്നും ഇവിടെ നിന്നും കുറേ ആളുകളെ പിക്ക് ചെയ്ത് ഈ സർവേ നടത്താൻ വേണ്ടി സാധിക്കുകയില്ല. നമ്മുടെ സമൂഹത്തിലെ വിവിധ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകളും ആ ഒരു സാമ്പിളിനകത്തുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. അപ്പോൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ സാമ്പിളിംഗ് എന്നുള്ളത് മനസ്സിലാക്കുക. സ്ട്രാറ്റിഫൈഡ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോസസ്സാണ് പൊതുവെ നമ്മുടെ നാട്ടിലെ കമ്പനികൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇവിടുത്തെ രണ്ടാമത്തെ എന്ന് പറയുന്നതാണ് സർവേയിങ് എന്ന് പറയുന്നത്. പലതരത്തിലുള്ള ചോദ്യങ്ങൾ ആളുകളുടെ അടുത്ത് ചോദിക്കുകയാണ്. അപ്പോൾ എക്സിറ്റ് പോളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തത് എന്നാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് കിട്ടുന്ന ഉത്തരങ്ങളുടെ അടിസ്ഥാനത്തിൽ വോട്ട് ഷെയർ ഇവർ കണ്ടുപിടിക്കുകയാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ 100 പേരെയാണ് ഇവർ സർവേ ചെയ്യുന്നത് എന്ന് വിചാരിക്കാം. അതിൽ 45 പേര് LDF വോട്ട് ചെയ്തു, 45 പേര് UDF വോട്ട് ചെയ്തു, 10 പേര് NDAക്കാണ് വോട്ട് ചെയ്തതെങ്കിൽ 45% വോട്ട് LDFനും 45% വോട്ട് UDFനും 10% വോട്ട് NDAക്കുമാണ് എന്ന് വോട്ട് ഷെയറിലേക്ക് എത്തും. ഇനി ഈ വോട്ട് ഷെയറിൽ നിന്നും സീറ്റ് ഷെയർ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ഇത് കേൾക്കുമ്പോൾ ഇത് വളരെ സിമ്പിളാണെന്ന് നമുക്ക് തോന്നും. ഇപ്പോൾ 45% വോട്ട് LDFനും UDFനും 10% വോട്ട് LDAക്കും കിട്ടുന്നുണ്ടെങ്കിൽ കേരളത്തിലെ 140 സീറ്റിൽ 63 സീറ്റ് വീതം LDFനും UDFനും 14 സീറ്റ് NDAക്കും കിട്ടുമെന്ന് വേണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷേ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ ഈ കാൽക്കുലേഷൻ ഒരിക്കലും പോസിബിൾ അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 2021 തെരഞ്ഞെടുപ്പിൽ LDFന് 45% വോട്ട് കിട്ടി, പക്ഷേ 99 സീറ്റ് കിട്ടി. UDFന് 6% കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 39% വോട്ട് കിട്ടിയിട്ടും 41 സീറ്റുകൾ മാത്രമാണ് കിട്ടിയത്. NDAക്ക് 12% വോട്ട് കിട്ടിയിട്ടും അവർക്ക് ഒരു സീറ്റ് പോലും കിട്ടിയില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഇതിനെ ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സിസ്റ്റം എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇവിടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഈ വോട്ട് ഷെയറിൽ നിന്നും സീറ്റ് ഷെയർ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള കാൽക്കുലേഷൻസ് നടത്തി അതുപോലെ തന്നെ മുൻ വർഷങ്ങളിലെ ട്രെൻഡുകൾ അനലൈസ് ചെയ്ത് ഇങ്ങനെ പല കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഈ ഫൈനൽ സീറ്റ് ഷെയർ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യത്തിലേക്ക് എത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക.
ഇനി അവിടം കൊണ്ടും ഈ കാൽക്കുലേഷൻസ് അവസാനിക്കുന്നില്ല. ഇതിനകത്ത് പല തരത്തിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തും. കേരളത്തിലെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സെൻസസ് എടുത്തിട്ട് അതിനകത്ത് സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും അനുപാതം എത്രയാണ്, വിവിധ ഏജ് ഗ്രൂപ്പുകളുടെ പ്രാതിനിധ്യം എങ്ങനെയാണ്, ജാതി മതം ഇതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയുള്ള വേർതിരിവുകൾ നടത്തി ഇവരുടെ സാമ്പിൾ സൈസും അതും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് നോക്കി അതിനനുസരിച്ചിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളും മറ്റ് കാര്യങ്ങളും ഒക്കെ നടത്തി കൃത്യമായ കാൽക്കുലേഷൻസ് ഒക്കെ നടത്തിയതിന് ശേഷമാണ് ഒരു ഫൈനൽ റിസൾട്ട് നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ രീതിയിൽ ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് ഈ എക്സിറ്റ് പോൾ നടത്തുന്നത്. അപ്പോൾ ഇത്രയും പ്ലാനിങ്ങും അതുപോലെ തന്നെ കണക്കുകൂട്ടലുകളും അഡ്ജസ്റ്റ്മെൻറ്റുകളും ഒക്കെ നടത്തിയിട്ടാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വരുന്നത് എന്ന് കേൾക്കുമ്പോൾ ഇത് ശരിക്കും തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ ഒരു റിയാലിറ്റി ചെക്കാണ് എന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇത്തരം എക്സിറ്റ് പോളുകളുമായി ബന്ധപ്പെട്ടിട്ട് പല പ്രശ്നങ്ങളുമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇത്രയധികം കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ തെറ്റുകൾ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളതാണ്. ഇവിടെ എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും തെറ്റാണ് എന്നല്ല പറയുന്നത്, ശരിയായിട്ടുള്ള സമയവുമുണ്ട്. പക്ഷേ തെറ്റുകൾ സംഭവിക്കാനാണ് കൂടുതൽ സാധ്യത. ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ ഒരാളോട് നേരിട്ട് ചെന്നിട്ട് നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ആളുകളും അവരാർക്കാണ് വോട്ട് ചെയ്തത് എന്ന് പരസ്യപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ചില ആളുകൾക്ക് വേണമെങ്കിൽ സിമ്പിളായിട്ട് നുണ പറയാം. ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്കെതിരെയാണ് അവർ വോട്ട് ചെയ്തിട്ടുള്ളത് എങ്കിൽ അത് തുറന്ന് പറയാൻ പേടിയുള്ള ആളുകൾ വേണമെങ്കിൽ പ്രതിപക്ഷ പാർട്ടിക്കാണ് വോട്ട് ചെയ്തത് എന്ന് പറയാം. അല്ലെങ്കിൽ സിമ്പിളായിട്ട് ഒരു കാരണവുമില്ലാതെ നുണ പറയാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അത് ഈ കണക്കുകളെ ബാധിക്കാം. ഇനി അടുത്തത് സാമ്പിളിങ്ങുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതായത് ഒരു സാമ്പിളിനെ മാത്രമാണ്, ഒരു വലിയ നമ്പർ ഓഫ് വോട്ടേഴ്സിലെ വളരെ കുറച്ച് നമ്പർ ഓഫ് വോട്ടേഴ്സിനെ മാത്രമാണ് ഇവർ സർവേ നടത്തുന്നത്. അപ്പോൾ ആ ഒരു സാമ്പിളിനകത്ത് സമൂഹത്തിലെ എല്ലാ വിഭാഗത്തിലുമുള്ള ആളുകളുടെ പ്രാതിനിധ്യം ഉണ്ടാവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ അവിടെ എററുകൾ സംഭവിക്കാം. ഇനി അതുപോലെ തന്നെ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് ആണ് ഈ അന്തിമ റിസൾട്ടിലേക്ക് വരുമ്പോൾ അവിടെ നടക്കുന്നത്. അതിനകത്ത് പലതരത്തിലുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടാവാം. അപ്പോൾ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഒരു എക്സിറ്റ് പോൾ ഫലം ശരിയാവുന്നതിനേക്കാൾ തെറ്റാവാനാണ് സാധ്യത കൂടുതൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിന് ഉദാഹരണങ്ങൾ നോക്കുകയാണെങ്കിൽ 2004 പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഇന്ത്യയിൽ എക്സിറ്റ് പോളുകൾ നടന്നപ്പോൾ ഭൂരിഭാഗം എക്സിറ്റ് പോളുകളും NDA ഗവൺമെൻറ് അധികാരത്തിൽ വരുമെന്ന് പ്രെഡിക്റ്റ് ചെയ്തു. പക്ഷേ UPA ഗവൺമെൻറ്റാണ് അധികാരത്തിൽ വന്നത്. ഇനി അത്രയും പുറകോട്ട് പോകണ്ട. 2024 പൊതു തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് NDA ഗവൺമെൻറ് 400-നടുത്ത് സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്ന് ഒരുപാട് എക്സിറ്റ് പോളുകൾ പ്രഖ്യാപിച്ചുവെങ്കിലും അത്രയൊന്നും ഭൂരിപക്ഷം കിട്ടാതെ വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് NDA ഗവൺമെൻറ് അധികാരത്തിൽ വന്നതെന്ന് നമുക്ക് കാണാം. എന്നാൽ ശരിയായ ചരിത്രങ്ങളുമുണ്ട്. 2009 2014 ഒക്കെ ഇലക്ഷൻസുമായി ബന്ധപ്പെട്ടിട്ട് എക്സിറ്റ് പോളുകൾ നടത്തിയ പ്രവചനങ്ങളോട് അടുത്ത് നിൽക്കുന്ന റിസൾട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അപ്പോൾ ഒരു കാരണവശാലും എക്സിറ്റ് പോൾ ഫലങ്ങൾ പൂർണ്ണമായും ശരിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അതിനകത്ത് തെറ്റുകൾ സംഭവിക്കാം. തെറ്റാനുള്ള സാധ്യത, പ്രോബബിലിറ്റി കൂടുതലാണ് എന്നുള്ളത് തിരിച്ചറിയാം. ഇനി ഇവിടുത്തെ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ എക്സിറ്റ് പോളുകളും അതുപോലെ തന്നെ അഭിപ്രായ സർവേകളുമൊക്കെ വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടി ദുരുപയോഗം ചെയ്യപ്പെടാം എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് ഏത് സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഉറപ്പില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ ആ സമയത്താണ് പലതരത്തിലുള്ള അഭിപ്രായ സർവേകൾ വരുന്നത്. അതിനകത്ത് ഒരു പാർട്ടിക്ക് വ്യക്തമായിട്ടുള്ള മുൻതൂക്കമുണ്ട്, അവരാണ് ജയിച്ച് അധികാരത്തിൽ വരുന്നത് മുതലായ തരത്തിലുള്ള വാർത്തകൾ വരികയാണെങ്കിൽ അത് ഏത് പാർട്ടിക്കാണ് വോട്ട് ചെയ്യേണ്ടത് എന്നുള്ള വോട്ടറിൻ്റെ തീരുമാനത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കാം എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഇനി അതുപോലെ തന്നെ പല ഘട്ടങ്ങളിലായിട്ടാണ് ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്ന് വിചാരിക്കുക. ഒന്നാമത്തെ ഘട്ടത്തെ വോട്ടിംഗ് നടന്നു. അതിനുശേഷം ഒരു എക്സിറ്റ് പോൾ പുറത്തു വരികയും ഇന്ന പാർട്ടിയാണ് ജയിക്കാൻ പോവുകയും ചെയ്യുന്നത് എന്നുള്ള ഫലം പുറത്തു വരികയാണെങ്കിൽ അടുത്ത ഘട്ടങ്ങളിൽ വോട്ട് ചെയ്യാൻ പോകുന്ന വോട്ടർമാരുടെ തീരുമാനത്തെ അത് വലിയ രീതിയിൽ സ്വാധീനിക്കുമെന്ന് പഠനങ്ങൾ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയിൽ ഇതിനെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷൻ ചില നടപടികൾ സ്വീകരിക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ ഒപ്പീനിയൻ പോളുകളുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ എല്ലാ ഇലക്ഷനും ഒരു നിശബ്ദ പ്രചാരണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സമയമുണ്ട്. വോട്ടെടുപ്പ് അവസാനിക്കുന്നതിന് 48 മണിക്കൂർ മുന്നേ. അപ്പോൾ ആ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ഒപ്പീനിയൻ പോളുകളും പുറത്തുവിടാൻ പാടില്ല എന്നുള്ളൊരു നിയമം ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇനി എക്സിറ്റ് പോളുകളുമായി ബന്ധപ്പെട്ടിട്ടും ഇതുപോലെയുള്ള നിയന്ത്രണങ്ങൾ നമുക്ക് കാണാം. വോട്ടെടുപ്പ് അത് ഒരു ഘട്ടത്തിലായിട്ടാണെങ്കിലും പല ഘട്ടത്തിലായിട്ടാണ് നടക്കുന്നത് എങ്കിലും ഇത്തരത്തിലുള്ള വോട്ടെടുപ്പുകളെല്ലാം പൂർത്തിയായി അരമണിക്കൂറിന് ശേഷം മാത്രമേ ഏത് വിധത്തിലുമുള്ള എക്സിറ്റ് പോളുകൾ പുറത്തുവിടാവൂ എന്നും ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് ഇത്തരം പോളുകൾ വോട്ടർമാരെ സ്വാധീനിക്കില്ല എന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇത് വോട്ടർമാരെ സ്വാധീനിക്കുന്നതിന് വേണ്ടിയിട്ട് ചിലരെങ്കിലും ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികൾ. ഇപ്പോൾ നമ്മുടെ നാട്ടിലെ വിവിധ ഏജൻസികൾ ഇത്തരത്തിലുള്ള പോളുകൾ നടത്തുന്നത് പോലെ തന്നെ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പാർട്ടികളും ഇത്തരത്തിലുള്ള ഒപ്പീനിയൻ പോളുകളും എക്സിറ്റ് പോളുകളും ഒക്കെ നടത്തുന്നുണ്ട്. അതിനുവേണ്ടി വലിയ വലിയ ഏജൻസികളെ വലിയ തുകകൾ കൊടുത്ത് ഇവർ ഹയർ ചെയ്യുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ഇവിടെ പൊതുവെ പറയുന്നൊരു കാര്യം, ജനങ്ങൾക്ക് മുന്നിൽ ഏജൻസികൾ വെക്കുന്നതിനേക്കാൾ കൃത്യമായ കണക്കുകളാണ് അവർ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നിൽ വെക്കുന്നത് എന്നാണ്.
അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും അതുപോലെ തന്നെ വോട്ടെടുപ്പിൻ്റെ ഘട്ടങ്ങളിലുമെല്ലാം ട്രെൻഡ് എങ്ങോട്ടാണ് പോകുന്നത്, എന്ത് വിഷയത്തെക്കുറിച്ചാണ് ജനങ്ങൾ സംസാരിക്കുന്നത്, ജനങ്ങളുടെ ഇമോഷൻ എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഈ പോൾ ഡേറ്റ ഉപയോഗിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരുടെ പ്രചരണത്തിലും മറ്റു കാര്യങ്ങളിലുമെല്ലാം വേണ്ട മാറ്റങ്ങൾ വരുത്തുകയാണ്. ഇപ്പോൾ പലരും പറയുന്നത് നമ്മുടെ വലിയ വലിയ നേതാക്കളൊക്കെ വന്ന് പ്രസംഗം പറയുമ്പോൾ അതിലെ ഓരോ വാക്കുകളും ഇത്തരത്തിലുള്ള പോളുകളുടെ റിസൾട്ടുകൾ അടിസ്ഥാനപ്പെടുത്തിയാണ് എന്നാണ്. അപ്പോൾ ഈ രീതിയിൽ കൃത്യമായ ഡേറ്റയുടെ അടിസ്ഥാനത്തിൽ തങ്ങളുടെ പ്രചരണത്തിൽ വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തി ജനങ്ങളെ കൃത്യമായി സ്വാധീനിച്ച് അവരുടെ വോട്ടിംഗ് ബിഹേവിയറിനെയൊക്കെ സ്വാധീനിക്കാൻ പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ നമ്മളെല്ലാവരും പറയുന്നത് നമ്മളുടെ ചിന്തയുടെയും നമ്മളുടെ മനോധർമ്മത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ പോയി ഒരു കാൻഡിഡേറ്റിന് വോട്ട് ചെയ്യുന്നത് എന്നാണ്. എന്നാൽ നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ആ ഒരു തീരുമാനം പലതരത്തിൽ ഇത്തരത്തിലുള്ള പോളുകളിലൂടെയൊക്കെ സ്വാധീനിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് തിരിച്ചറിയാം. പക്ഷേ വോട്ടർമാരെ രാഷ്ട്രീയ പാർട്ടികൾ സ്വാധീനിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ്. അതിന് ഇത്തരത്തിലുള്ള പോളുകളെ അവരൊരു ടൂളായിട്ട് യൂസ് ചെയ്യുന്നുള്ളതിൽ എന്താണ് പ്രശ്നം എന്ന് നമുക്ക് തോന്നാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നോക്കുകയാണെങ്കിൽ പല സമയത്തും മനഃപൂർവ്വം തെറ്റായ, അതായത് ഫേക്കായിട്ടുള്ള എക്സിറ്റ് പോൾ ഡേറ്റ പുറത്തു വിട്ടുകൊണ്ട് പലതരത്തിലുള്ള ലാഭത്തിന് വേണ്ടി ആളുകൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ആരൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, അതുകൊണ്ട് അവർക്കുള്ള ലാഭം എന്താണെന്നുള്ളൊരു ചോദ്യം ഉയർന്നു വരും. ഇപ്പോൾ ഇവിടെ പല വിഭാഗം ആളുകളെ നമുക്ക് കാണാം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, പ്രചരണത്തിൻ്റെ സമയത്തും തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തും അവർ പോളുകളും സർവേകളും ഒക്കെ നടത്തും. അപ്പോൾ അവരുടെ പാർട്ടി പിന്നിലാണ്, അല്ലെങ്കിൽ അവർക്ക് വോട്ടുകൾ ലഭിക്കുന്നില്ല, അവർ തോൽക്കാനാണ് സാധ്യത മുതലായ റിസൾട്ടുകളാണ് അവർക്ക് കിട്ടുന്നതെങ്കിൽ അഭിപ്രായ സർവേകളിൽ ഫേക്ക് ആയിട്ടുള്ള റിസൾട്ടുകൾ അവർക്ക് പുറത്തുവിടാം. തങ്ങളുടെ പാർട്ടിക്കാണ് കൂടുതൽ സ്വീകാര്യത, തങ്ങൾക്കാണ് കൂടുതൽ വോട്ട് കിട്ടാൻ പോകുന്നത് മുതലായ ഫേക്ക് നരേറ്റീവുകൾ പുറത്തുവിട്ടുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വോട്ടർ ബിഹേവിയറിനെ സ്വാധീനിക്കാനും അതുവഴി ജനങ്ങളുടെ വോട്ടിംഗ് ബിഹേവിയറിനെ മാനിപ്പുലേറ്റ് ചെയ്യാനും സാധിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ രീതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ ഫേക്ക് ആയിട്ടുള്ള ഇത്തരത്തിലുള്ള എക്സിറ്റ് പോൾ ഡേറ്റയെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നാണ് അഭിപ്രായങ്ങൾ പുറത്തു വരുന്നത്. എന്നാൽ ഫേക്ക് ആയിട്ടുള്ള എക്സിറ്റ് പോൾ ഡേറ്റകൾ ഏറ്റവും കൂടുതൽ അപകടമുണ്ടാക്കുന്ന മറ്റൊരു മേഖല എന്ന് പറയുന്നത് മാർക്കറ്റ് മാനിപ്പുലേഷനാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് ഓരോ ഇലക്ഷൻ റിസൾട്ടും നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെയൊക്കെ വലിയ രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട്. 2024 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇതിനകത്ത് വലിയൊരു ഉദാഹരണമാണെന്ന് നമുക്ക് കാണാം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2024 പൊതു തെരഞ്ഞെടുപ്പിൽ NDA ഗവൺമെൻറ് 400-നടുത്ത് സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്നാണ് ഒട്ടുമിക്ക എക്സിറ്റ് പോളുകളും പ്രവചിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ്റിനോട് അടുത്ത് നിൽക്കുന്ന പല കമ്പനികളുടെയും സ്റ്റോക്കുകൾ ആളുകൾ വാങ്ങിക്കൂട്ടുകയും അതിൻ്റെ ഭാഗമായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ പല കമ്പനികൾക്കും വലിയ രീതിയിലുള്ള ഉയർച്ച ഉണ്ടാവുകയും ചെയ്യുന്നു. എന്നാൽ 2024 ജൂൺ 4-ാം തീയതി കൃത്യമായിട്ടുള്ള ഇലക്ഷൻ റിസൾട്ട് പുറത്തു വന്നപ്പോൾ എക്സിറ്റ് പോളുകൾക്കെല്ലാം വിപരീതമായിട്ട് വളരെ ഭൂരിപക്ഷം കുറഞ്ഞുകൊണ്ടാണ് NDA ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇതേ കമ്പനികളുടെ എല്ലാം സ്റ്റോക്കുകൾ താഴേക്ക് പോവുകയും ആ ഒരൊറ്റ ദിവസം കൊണ്ട് മാത്രം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റുകളിൽ ഏകദേശം 33 ലക്ഷം കോടി രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ചില ആളുകൾ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിൽ നേരത്തെ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യുകയും ഇത്തരത്തിലുള്ള എക്സിറ്റ് പോൾ ഫലങ്ങളെ മനഃപൂർവ്വം മാനിപ്പുലേറ്റ് ചെയ്ത് ആ സ്റ്റോക്കുകളുടെ വില ഉയർത്തുകയും അതിൽ നിന്ന് വലിയൊരു ലാഭം ഉണ്ടാക്കുകയും ചെയ്തു. ഇവിടെ വലിയൊരു മാർക്കറ്റ് മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണം പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് ആ സമയത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് സാധാരണക്കാരെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ഒരു പ്രശ്നമായിട്ടും ഈ എക്സിറ്റ് പോൾ ഫലങ്ങളുടെ മാനിപ്പുലേഷൻ മാറാം എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ആ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇലക്ഷൻ കമ്മീഷനും നമ്മുടെ ഗവൺമെൻറ്റും ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള എക്സിറ്റ് പോൾ സർവേകൾ നടത്തുന്ന അല്ലെങ്കിൽ ഫലങ്ങൾ പുറത്തുവിടുന്ന ഏജൻസികൾ കൃത്യമായിട്ടും ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല അവരുടെ ട്രാക്ക് റെക്കോർഡ് എപ്പോഴും ഇലക്ഷൻ കമ്മീഷൻ പരിശോധിക്കുന്നുണ്ട്. ഓരോ തവണയും ഇത്തരത്തിലുള്ള റിസൾട്ടുകൾ അവർ പുറത്തുവിടുമ്പോൾ അവരുടെ സാമ്പിൾ സൈസ് എന്താണ്, അവരുടെ കാൽക്കുലേഷൻസ് എങ്ങനെയാണ് നടത്തുന്നത്, അവരുടെ സർവേ മെത്തേഡുകൾ എന്താണ് മുതലായ കാര്യങ്ങൾ, ഡേറ്റ എല്ലാം കൃത്യമായിട്ട് പുറത്തുവിടണം മുതലായ കാര്യങ്ങളെല്ലാം അവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഇവിടെ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ ഇലക്ഷൻ കമ്മീഷനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും പല കുറുക്കുവഴികളും ഇവിടെ കണ്ടുപിടിക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു എക്സിറ്റ് പോൾ ഫലം പുറത്തു വരുമ്പോൾ അവരുടെ സാമ്പിൾ സൈസ് എന്താണ്, അവരുടെ കാൽക്കുലേഷൻ മെത്തേഡ് എന്താണെന്നൊക്കെ ചോദിക്കാൻ ആരും മുന്നോട്ട് വരാറില്ല. കാരണം ആ എക്സിറ്റ് പോൾ റിസൾട്ടുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളിലേക്ക് നേരിട്ട് ആളുകൾ കടക്കുകയാണ്. അപ്പോൾ അതിനെ ആളുകൾ ഒരു അവസരമാക്കി കാണുന്നു. അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ജെനുവിൻ ആയിട്ടുള്ള കമ്പനികളുടെ പേരുകളും മറ്റ് ഡേറ്റയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഫേക്ക് ആയിട്ടുള്ള എക്സിറ്റ് പോൾ റിസൾട്ടുകൾ പുറത്തുവിടുന്ന ഫേക്ക് ആയിട്ടുള്ള കമ്പനികളും കാര്യങ്ങളും ഉണ്ട്. ഇനി അതുപോലെ തന്നെ ഈ നിശബ്ദ പ്രചാരണം നടക്കുന്ന സമയത്തും അവസാനഘട്ട വോട്ടെടുപ്പ് തീരുന്നത് വരെയും ഇതിനകത്തൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിലും മെയിൻ സ്ട്രീം മീഡിയ ഒഴിവാക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയ, വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെ പോലെയുള്ള സ്ഥലങ്ങളിലൂടെ ഫേക്ക് ആയിട്ടുള്ള പല ഡേറ്റയും പുറത്തു വിട്ടുകൊണ്ട് ആളുകളെ സ്വാധീനിക്കാനും പലരും ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ മുന്നോട്ട് വരുന്നുണ്ടെങ്കിലും ഇതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയിട്ട് പലരും ശ്രമിക്കുന്നുണ്ട് എന്ന് ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഇവിടെ ഉയർന്നു വരുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം, നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും?
ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ എന്ന് പറയുന്നത് കേവലം ട്രെൻഡായിട്ടോ അല്ലെങ്കിൽ കേവലം ചർച്ചകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു കാര്യം മാത്രമായിട്ടോ ഉപയോഗിക്കുക. കാരണം ഈ എക്സിറ്റ് പോൾ ഫലം പുറത്ത് വന്ന് 4-5 ദിവസങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഇലക്ഷൻ റിസൾട്ട് പുറത്തു വരും. അപ്പോൾ ഒരു 4-5 ദിവസം കൂടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിലും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇത്തരത്തിലുള്ള എക്സിറ്റ് പോൾ റിസൾട്ടുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു കാരണവശാലും ഗൗരവമായിട്ടുള്ള ഒരു തീരുമാനങ്ങളും എടുക്കാതിരിക്കുക. മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെയുള്ള വലിയ തീരുമാനങ്ങളൊന്നും ഒരു കാരണവശാലും ഈ ഡേറ്റയുമായി ബന്ധപ്പെട്ടിട്ട് എടുക്കരുത്. അതുപോലെ തന്നെ ഏതെങ്കിലും അവസരത്തിൽ ഈ എക്സിറ്റ് പോൾ ഡേറ്റ നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് പ്രോപ്പറായിട്ടുള്ള കമ്പനിയാണോ, അവർ ഇലക്ഷൻ കമ്മീഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ, അവരുടെ സാമ്പിൾ സൈസ് എന്താണ്, അവരുടെ കാൽക്കുലേഷൻ എന്താണ്, അവരുടെ ട്രാക്ക് റെക്കോർഡ് എന്താണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്തതിന് ശേഷം മാത്രം അത്തരം ഡേറ്റകൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സോ എക്സിറ്റ് പോൾ എന്താണ്, എങ്ങനെയാണ് എക്സിറ്റ് പോൾ നടത്തുന്നത്, ഈ എക്സിറ്റ് പോളുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയെക്കുറിച്ചും ഈ വിഷയത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ ഒരു വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല ടോപ്പിക്സുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി.